ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ട്രാവലിങ്. എല്ലാ ദിവസവും വർക്കിന് പോകണം ഇതിന് പോകണമെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഒരു ട്രാവലിംഗ് ആയിരുന്നു. ഇന്ന് ഞാൻ തീരുമാനിച്ച് പോകണമെന്നുള്ളത്. അങ്ങനെ ആ പോണ വഴിക്ക് എങ്ങനെയൊക്കെ ഇത് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് മുള്ളമ്പഴം വാങ്ങിച്ചത്. മുള്ളമ്പഴം വാങ്ങിച്ച് 100 രൂപയായിട്ടാണ്. ഈ 100 രൂപക്കുള്ള മുള്ളമ്പഴം ഓരോന്ന് വെച്ച് വണ്ടിയിൽ വെച്ച് കഴിക്കാൻ പറ്റും. പോണ വഴിയൊക്കെ ഉണ്ടല്ലോ, വേറെ അങ്ങോട്ടല്ലോട്ടോ പോകട്ടെ. നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് പോണേണ്. അതിരമ്പള്ളി റൂട്ടിൽ ഒരു മാൻ ഇറങ്ങി എന്നുള്ളൊരു റീല് കണ്ട്. ആ റീലിനൊപ്പം ഇത് ഞാൻ കഴിക്കണതാണ് കേട്ടോ, വണ്ടിയിലിരുന്നിട്ട്. അങ്ങനെ റീല് കണ്ട് ഇത് പിടിയെന്നെടുത്ത് തീരുമാനമാണ്. അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ടൂൾസ് പോലും മാറ്റിയിട്ടില്ല. വർക്കിൻ്റെ ഇടയിൽ മാത്രമല്ല, അങ്ങനെ ഒരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ടിൽ പ്ലാൻ ചെയ്ത് നേരെ എത്തിയത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലായിരുന്നു. അടിപൊളി ഫീലാണ് കേട്ടോ അവിടെയൊക്കെ നിൽക്കുമ്പോൾ. നമ്മൾ മിസ് ചെയ്യണ പലരും ഇപ്പോൾ പോകാം നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ വിട്ടു. അതുപോലെ തന്നെ ചെറിയ ഉപ്പുമാങ്ങയിലിട്ട ഇതൊക്കെ കഴിക്കണ പിള്ളേരെ ഞാൻ കണ്ടു. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ റൈഡ് ഇത് ഇൻസ്റ്റയിൽ റീച്ച് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഇൻസ്റ്റയിലെല്ലാം ചെറിയ വീഡിയോസാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും അവസാനം വരെയും കാണുക. ഇതൊന്ന് ക്രോസ് ചെയ്യാനാണ്. നല്ല മഴയത്ത് ഞാൻ തളർന്നില്ല. നല്ല മഴയത്ത് ആ കൊച്ചുങ്ങളെയും കൊണ്ട് ആ കുരങ്ങന്മാർ വണ്ടി കിടക്കാൻ നിൽക്കുന്ന സീനാണ് കേട്ടോ അത്. അതുപോലെ വലിയ ലോങ് വീഡിയോ ആയിരുന്നു, പക്ഷേ ഞാനതൊക്കെ ഇത്തിരി സ്പീഡാക്കി. അതുപോലെ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെയും കാണാൻ പറ്റിയത്. അങ്ങനെ നല്ല വ്യൂസൊക്കെ കണ്ട് ഞാൻ അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറി വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു എനിക്ക് ഇതിലുണ്ടായത്. ഇന്ന് പോവാം നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് വർക്കിൻ്റെ ടെൻഷൻ. അപ്പുറത്ത് വേറെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്കും വർക്ക് എല്ലാം കഴിഞ്ഞ് എന്നാണ് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റണേന്നുള്ള ചിന്തയിൽ ഞാൻ ഒറ്റ തീരുമാനമെടുത്തു, ഒറ്റ പോക്ക്. അങ്ങനെ ഈ വണ്ടിയൊക്കെ വേണം കേട്ടോ, ഇനി അതൊക്കെ ഒപ്പിക്കും. എൻ്റെ ഇന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ സാധനം ഇതിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇവൻ കഴിക്കണ കണ്ടപ്പോൾ എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇവൻ കഴിക്കണം കണ്ടപ്പോഴാണ് അതിന് ഇതിലേറെ മധുരമുള്ളൊരു കാഴ്ചയും എനിക്ക് കിട്ടിയത്. എൻ്റെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോയി വാങ്ങിച്ച് ആൾ. അങ്ങനെ ഓരോ വെള്ളച്ചാട്ടവും കണ്ട് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലവും എല്ലാം അവിടെയൊക്കെ ചിലർ പറയണ്ടായിരുന്നു ഇത് ഞങ്ങൾ നേരത്തെ വന്നതാണ്, ഞാൻ കണ്ടതാണെന്നൊക്കെ. പക്ഷേ എനിക്കതങ്ങനെയല്ല. ഇത് കുറേ നാളിന് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓരോ സമയവും പോകുമ്പോഴും അവിടെയുള്ള സൈലൻറ്റ്, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം എല്ലാം പുതുമ പോലെ തോന്നി. ഇതൊരു പ്രത്യേകതയുണ്ട് അവിടെ. തണുപ്പായതുകൊണ്ട് അതിലെ ഗാർഡ്സുകൾ തീ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കാണാനും ആ കുടിൽ കാണാനും നല്ല രസമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു. പിന്നെ കുരങ്ങന്മാരും ഇതുമല്ലായിരുന്നു. ആനയൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു നല്ലൊരു റൈഡ്, എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തൊരു റൈഡ് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതൊരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെന്ന് തോന്നി. 300 രൂപയാണ് എനിക്ക്. 300ഉം ചായ കാര്യങ്ങളെല്ലാം കൂടി ഒരു 500 രൂപക്ക് ഒതുങ്ങിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഈ ഒരു കുഞ്ഞിനെയും തള്ളേനെയും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ, എപ്പോഴോ മിസ്സായി പോകുന്ന ഈ കാലഘട്ടത്തിലൂടെ എന്തോ ഒരു സാമീപ്യം എനിക്ക് ഈ കുരങ്ങിനെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നി? അങ്ങനെ എൻ്റെ വീഡിയോ എഡിറ്റിങ് ഇവിടെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെയാണ് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്.